അപ്പം കണ്ടിന്യൂഷനാണ് ഇന്നലത്തെ വ്ളോഗ്. കണ്ടില്ല കണ്ണൊക്കെ ഉറക്കത്തിൻ്റെതാണ് കാണിച്ചു തരാം. എല്ലാവരും ഒന്നും നീറ്റിട്ടില്ല, കുറച്ച് ആൾക്കാർ മാത്രം നീറ്റുള്ളൂ. നെക്സ്റ്റ് ആൾ കാണിച്ചു തരാം. വെറുതെ രസം, വേറെ എന്താ പറയുക, ഒന്ന് ഫ്രഷ് ആവണം. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടില്ല, അതേ ഡ്രസ്സ് കോസ്റ്റ്യൂം ഇല്ല. അല്ല പോട്ടെ, ഇനി ഒന്ന് ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആവട്ടെ. അതിൻ്റെ പുറത്തുള്ള ബാൽക്കണി ഒന്ന് കാണിച്ചാൽ ഞങ്ങൾക്ക്. ഇതാണ് നമ്മൾ കിടന്ന റൂമ്. രാത്രി കുറേ സംസാരിച്ചിട്ട് ബോധമില്ലായിരുന്നു. കിടന്നിറങ്ങിയപ്പോൾ ബോധം തന്നെ അല്ല സത്യം പറഞ്ഞു. ബാൽക്കണിയാണിത്. നല്ല രസമുണ്ട് വിളിച്ചാൽ വന്നപ്പോൾ. അവിടെ ഏതോ പുറപ്പണി നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. ഒന്നും കാണുകയല്ല, ഉള്ള ഷേറ്റ് ഇരിക്കുക. കണ്ടില്ലേ, ആകെ കോലം കെട്ട് കോലം പോലെ വന്ന് അതേ ഡ്രസ്സിൽ നിൽക്കുകയാണ്. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. രാവിലെ ഒരു കുളിസീനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. രാവിലത്തെ കുളിസീൻ വണ്ടിയുടെ സുന്ദരമാക്കൽ. അതെ എന്താ രാവിലെ വണ്ടിയെല്ലാം കഴി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. പുറകെ വെച്ചിട്ടുള്ളൂ എല്ലാവർക്കും കിളി പോയാൽ അതിന് അർത്ഥം പറയണത്. ഒന്ന് കോൺഫിഡൻസ് ആവേ. അത് അവൻ്റെ ടിക്ടോക്കിൻ്റെ ഇത് ലീക്ക് ആയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആയിക്കോളൂ. ഞാൻ പറയില്ല. ആ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ ഫ്രഷ് കുളിപ്പിച്ചെടുക്കുക ചെയ്യാം. കുട്ടപ്പനാകുകയാണ്. ഞാൻ കുളിച്ചൊരു കുട്ടപ്പനായി ഉണങ്ങി പോയിട്ടോ. ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുക്കളയിലെ ശബ്ദം നമുക്ക് ചെന്ന് നോക്കാം. എന്താ ഇവിടെ പരിപാടി? അല്ലല്ല, ഇവിടെ ഫുഡിന്റെ മണം കേട്ടിട്ട് ഞാൻ വന്നേ. ഇത് എരിവല്ല, വിശന്നിട്ട് ഫസ്റ്റ് കയറ്റുന്ന സാധനം. വയറിന് വല്ലതും പിടിക്കോ? വയറ്റിൽ നോക്കുമ്പോൾ അത് നീ അല്ലോ. ഞാൻ പൊറോട്ട ഒന്നും കഴിച്ചില്ല. ഇന്നലത്തെ പൊറോട്ട എടുത്ത് തന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചല്ലേ. ചൂടാക്കി തന്നു. അത് വെളിച്ചെണ്ണ ഓയിലാണ്. ഇതില്ലാത്ത മാതിരിയാ, അതിലില്ല സാധനം. പൊള്ളി അവിടെ ഒരു സീന് മിസ്സായി. കയ്യോളെ ഇതെടുത്ത് അച്ഛൽക്ക് ആരെയും കയ്യിലിടടാ തുരപ്പ. അതിന്റെ മുക്ക് കയറ്റി ഓരോരോ സാധനങ്ങള് അടുത്ത് കഴിയുമ്പോഴല്ലേ നീ ഇതെന്താ ഓരോന്ന് കാട്ടി കൂട്ടുണ്ടോ റബ്ബേ. എന്തോ എല്ലാരും വയറ് കത്തിക്കാൻ പോവാ. അടാ കുരുമുളക് മണക്കുണ്ട് കേട്ടോ. ഒന്ന് കോട്ടന്റെ കാര്യം കേട്ടോ. തുമ്മൽ തുടങ്ങി. ടേസ്റ്റ് ഉണ്ടാവോ? മതിയോ? മെയിനാണ്. ഇതാണ് നമ്മളെ മെയിൻ എഡിറ്റർ. അതെ, സത്യങ്ങൾ പുറത്തു പറയല്ലേ. കൊള്ളുമോ? കുഴപ്പമില്ല. നൂഡിൽസിന്റെ മക്കളെ പാത്രത്തിലേക്ക് കൊട്ടിയിരിക്കുന്നു.
പാകത്തിലേക്ക് എന്താ കിട്ടുന്ന ഇളക്കണ ഇങ്ങനെ നമ്മളിന്ന് എല്ലാവർക്കും ഉണ്ടോ എല്ലാവർക്കും ഉണ്ട്. ബാക്കിയെല്ലാം വഴി വരും. ആകെ ഇച്ചിരി നൂഡിൽസും 10 ആൾക്കാരെന്ന് പറഞ്ഞത്. നീയാണ് ആയിക്കോട്ടെ നന്മ ചുറ്റാണ് പറഞ്ഞൂടാ. ആ ടേസ്റ്റ് ഓക്കെ ടേസ്റ്റ് ഓക്കെ. എങ്ങനെയുണ്ട്? അല്ല സാറിന് റെഡി ആയതൊക്കെ കുരുമുളകൊക്കെ എടുത്ത് ഇട്ടിക്കണേ. ഒന്നുമില്ലേ? ഫ്ലേവർ ഒന്നുമില്ലേ? ജിയോ പറയും കമോൺ ജിയോ. ഡയറക്റ്റ് എടുത്തിട്ടാ പറഞ്ഞത് കൂവ. ചെറിയൊരു അപ്പൊ ഫുൾ ഇട്ടില്ല. ഈ മസാല സാധനങ്ങളൊക്കെ ബാക്കി അതൊക്കെ ഇടണം. അതൊന്നും ഇട്ടിട്ടില്ല. ഈ മസാല പറഞ്ഞിട്ട് മനസ്സിലാവുന്നത് ഞാൻ നോക്കി നിനക്ക് തിന്നാൻ കിട്ടൂല. ഞാൻ നോർമൽ അല്ലേ? ആണ് നമ്മള് എന്താണ് നമ്മുടെ ഐഡിയ. നമ്മള് ഈ ദുബായിലെ നൂഡിൽസ് ഒക്കെ നോർമൽ രീതിയിൽ ആക്കും. എരിവുള്ള സാധനം കൊണ്ട് എരിവില്ലാതാക്കിയിട്ട് പിന്നെ എന്തിനു കൊള്ളും? വികാരമുള്ള സാധനം വികാരം ഇല്ലാതാക്കുക. ദൈവമേ കാത്തോനെ തൊള്ളക്കൊന്നും വരത്തില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഉറങ്ങിയിരിക്കുകയാണ് കൂട്ടറെ. ഒരുങ്ങി റെഡി ആയിട്ട് നമ്മൾ പോകണം. എങ്ങനെ പോണേ? മൃഗങ്ങളെ കാണാനാണ് മംഗലാപുരത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നമ്മള് ബാഗ് വെക്കണ രണ്ടാമത്തെ റീടേക്ക് ആണോ? എന്നാ വാ എന്റെ ബാഗ് എല്ലാം കൂടി ഡിക്കിലെടുത്ത് കയറ്റി. ഒരു ദിവസത്തെ ട്രിപ്പിനാണ് 4-5 ബാഗ്. അതാ രസം. മാറ്റൂല. ആറ്റിറ്റ്യൂഡ് ചക്കനെ കയറ്റാതെ പോവാ. മടിയിരുന്നോ ഏതായിരുന്നു? അതല്ല ഞാൻ നമ്മളിതാ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയ മറ്റേ നമ്മളിതാ ആരോമലിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ആരോമലിന്റെ വീട്ടിലെത്തി. ഇതാണ് ആരോമൽ. വണക്കം നண்பர்களே, വീട്ടിലേക്ക് സ്വാഗതം. അദ്വൈത് ഓ വീട് തന്നെ. ഓ എടാ ആൾക്കാരല്ല വീടാണ്. ലഞ്ച് ടൈമായി. നമുക്ക് പെരേൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ആരെങ്കിലും ഉണ്ടാ? ആരില്ലേ? ഈ വീടും കാലിയാ? ഈ വീടും കാലിയാന്നാ പറയണേ. ഓ മൈ ഗോഡ്, ഇതെന്തുവാ? ഓൾ ഒറിജിനൽ തൃശ്ശൂർ തന്നെ. എന്താണ് ഇത്? കുറച്ചു സെറ്റപ്പ് വീടാണല്ലോ. സരിതോടൊപ്പോ വീട് കുറച്ചൊക്കെ രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി പോകണം തോന്നണ അതിനാ.
എ സി മുകളിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എ സിൻ്റെ നോക്കാം. കല കല ഓ ഓരോരോ പെയിൻറ്റിങ്ങും സംഗതിയൊക്കെ ഉണ്ടല്ലോ. ആരാണത്? എഴുത്തുകാരൻ, ഛേ ചിത്രകലാകാരൻ. ഹരണബോ ഹരണബോ. ഇത് ഒരു പ്രത്യേക ഭംഗിയെടുത്ത് കാണിക്കണ്ടായി ഇപ്പോൾ വീട് കണ്ടോ. അതെ, യഥാർത്ഥ റൂം ഏതാ റൂം? ഇതിന്റെ റൂം, ഇതിന്റെ റൂം. ഇതാ കിടക്കണേ. കുറച്ചധികം ഉണ്ട്. എവിടെ സാധനം? എവിടെ? പൊക്കി പൊക്കി. ഇത് ഒറിജിനലാണ്, പക്ഷെ ഇതില്ലേ ഇത് ഫാൻസിയാണ്. ഇത് ഫാൻസിയാ. ഇത് രണ്ടും ഫാൻസിയാ. ഫാൻസി കിട്ടിയിട്ടൊരു കാര്യമില്ലടാ. നോർമൽ സാധനം കിട്ടണോ? നോർമൽ അതിൽ ഓൻ്റെ അടുത്ത് നോർമൽ ഉണ്ടാവില്ല. അതൊക്കെ എന്താ രസം. ഫാൻസി എടുത്ത് പോക്കറ്റിട്ടാണ്. ഓ രസമാണ് വെക്കാൻ രസമാണ്. ഇവൻ്റെ ആകെ കുറച്ച് കളക്ഷൻ ഉള്ളു. അതിന് ഈ ബൊക്കിയാ. അദ്ദേഹത്തിന്റെ റൂമല്ലോ. കുറച്ചുണ്ട് കേട്ടോ, കുറച്ചുണ്ട് കേട്ടോ. റൂമ് കുറച്ചുണ്ട്. ചാവടിക്കാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാണ് എത്തിയും കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കണേ ഉള്ളിൽ പോവാൻ. നോക്ക വാളൊക്കെ എല്ലാ മേന്മാരും ഉണ്ടല്ലോ. ആരെ കുറിച്ച് ഏയ് നമ്മൾ കിട്ടണ്ടോ? ഏയ് ജിയോ ഒരു ചെറിയ കഷ്ണം. സെറ്റപ്പാ. എടാ ഇതുണ്ടടാ കണ്ണാടി അവിടെ. അനിമ മാത്രല്ല എല്ലാ പിരാന്തും ഉണ്ട്. ഇതൊക്കെ നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുകളിൽ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് അതാണ് നമുക്ക്. എന്താണ് ഫോട്ടോ ഷൂട്ടാണോ? ക്യാമറമാൻ അവിടെ വേറെ ഉണ്ടല്ലേ? ഈ കലാപരിപാടികളും എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെയാണ്. ഓ തട്ടിമുട്ട്. അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ? ക്രിയേറ്റിവിറ്റി ലെവല നടന്നു ഉണ്ടോ ഫോട്ടോ? അതിനും കൂടി ഇങ്ങനെ ഫ്രെയിമുകൾ കുറെ ഇങ്ങനെ കാണാണ്ടോ? പാരൻസ് നോട്ട് ഹിയർ. നിങ്ങളെ ബാത്റൂം അടിപൊളി. ആ സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായി. ഓ ഓ ഓ ഓ ഓ പണ്ടത്തെ പെട്ടി. റേഡിയോ കളക്ഷൻ ഒരു 4 എണ്ണം ഇരിക്കുന്നു. വലുതും ചെറുതും. ഓണാവോ? ഇല്ലല്ലോ. ചിലപ്പോൾ ഉള്ളിൽ പോരും കേട്ടോ. അച്ചച്ചൻ്റെ അച്ചച്ചൻ കളക്ഷൻ. പിന്നെ അങ്ങോട്ട് പോയാൽ വരാന്ത. ഇങ്ങോട്ട് പോയാൽ എല്ലായിടത്തും ഈ പെയിന്റിങ് ആരാ ചെയ്യുന്നേ? പെയിന്റിങ് വാങ്ങുന്ന ഞങ്ങള് വൃത്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാരത്തെ റൂം? അപ്പം അങ്ങനല്ല, ഗസ്റ്റ് ബെഡ്റൂമായി നമ്മൾ കണക്കാക്കണം. ഫസ്റ്റ് എടുക്കൊണ്ട് എടുത്താൽ പിന്നെ ഞാൻ നാളെ താഴെ കയ്യേറി ഗസ്റ്റ് ബെഡ്റൂം. എന്നാലും നല്ല വൃത്തിയും മെനക്ക് കൊണ്ടുവരാം. അമ്മ വെച്ചിട്ടും എനിക്ക് അമ്മ വന്ന് കിടന്നുറങ്ങി മാത്രം. പക്ഷെ ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി ടൈപ്പ് ഒരു വീട് കണ്ടോ? ടെറസ് ഉണ്ടല്ലേ? അല്ലാത്തിനും ഇങ്ങനെ ഒരു വിലങ്ങും സംഗതിയൊക്കെ. മറ്റേ വ്ളോഗ് ഓർമ്മ ഉണ്ടോ? ഒരു പെൺകുട്ടി ഒരു LP സ്കൂളത്തെ നമ്മൾ ആരംഭിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പൊട്ടി വീണാൽ അടിയിൽ കിടക്കാം. ലാലല
ലാല ഞാൻ ആട്ടിത്തരാം പറകോ പറപ്പിക്ക് ഏയ് അത് നോക്കട്ടെ പോട്ടെ പോട്ടെ വലട്ട് വലട്ട് വീടാ നിന്റെ വീട്ടിൽ ഒന്ന് പൊട്ടി വീല കുത്തരെ ഫുള്ള് വല സെറ്റപ്പ് വല 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 ആ അതേടാ നീ അതൊക്കെ കൊരങ്ങല്ല കൊരങ്ങത്തി ഏതാ ഫോട്ടോഗ്രാഫർ ഓരോ ക്രിയേറ്റിവിറ്റി എനിക്ക് വയ്യ അപ്പുറത്തെ പുരകളൊക്കെ ഉണ്ട് പുരകൾ എന്തിനാണ് ഇങ്ങനെ വല കെട്ടിയത് താങ്കളുടെ അഭിപ്രായം നമ്മളെ വീട്ടിൽ പൂച്ചകൾ അഥവാ അങ്ങനത്തെ ചെറിയ മൃഗങ്ങൾ പൂച്ച കയറാനോ പൂച്ചക്ക് എന്ത് സുഖം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ പോലെ അല്ല 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 നോക്ക് ഓപ്പൺ ആണോ ഓ തോന്നുന്നത് ഞാൻ വെച്ച് വെറും ഒരു കോണി വെറുതെ നിൽക്കാൻ ഓപ്പൺ ആക്കാൻ ആക്സസ് ഉണ്ട് ആക്റ്റീവ് കൊപ്രണിക്കാണ് കൊപ്ര പറപ്പിക്കുക അതിന് പറപ്പിക്കുക നേരെ പോയാൽ നമ്മളെ തറവാട് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടുകൾ എൻ്റെ ഫോട്ടോ എടുത്തേനെ കേട്ടോ അവിടെ ജിയോ മച്ചാൻ്റെ ഫോട്ടോഷൂട്ടിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് വിലപ്പെടുന്ന പിരിയാണ് അല്ല വർക്കുണ്ട് വർക്കിന് പോവാൻ വർക്കിന് വേണ്ടിട്ട് ഓ താടി ഓ സീരെ ആയിക്കോട്ടെ രാവിലെ തൊട്ട് ചൊറിഞ്ഞോണ്ടാണ് കാണാൻ വേണ്ടിട്ട് മാത്രം ഓലവിടുന്ന് പിരിഞ്ഞ് അല്ല നമ്മള് നേരെ എന്താ ആ സ്പെഷ്യൽ പേര് എന്താ പറഞ്ഞേ ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് എന്തെന്ന് പറ 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 അവിടെ പോണ വഴിക്ക് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ പക്ഷെ പോണ ദാദാ ഇക്കുറിപ്പ് പറഞ്ഞിട്ട് നിർത്തിയാണ് നമ്മൾ സ്ഥലം കാണിച്ചുതരാം ഞാൻ ഇതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് ഇത് കൂടാ ഇല്ലല്ലേ അതെന്താ ചളിയാണോ ചളിയുണ്ട് നല്ല രസമുണ്ടല്ലോ സ്ഥലം കാണാൻ ഉണ്ടോ രസമുണ്ട് സ്ഥലം കാണാൻ രസമുണ്ട് അല്ലേ കാറ്റൊന്നും അടിക്കുന്നില്ലല്ലോ ഇവിടെ കാറ്റൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കണ്ടു കുറച്ച് ഇതാണ് നമ്മളെ സ്വന്തം ഫോട്ടോഗ്രാഫർ ആൾക്കാർ കാണുന്നേ ബേമ്പാ പുതിയൊരു സ്പോട്ട് ഡിസ്കവർ ചെയ്ത് വന്ന വഴിക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് വന്നതാണ് മന്തി ഉണ്ട് ചോദിച്ചപ്പോൾ മന്തി ഉണ്ട് പറഞ്ഞു ഗൂഗിളിലൊക്കെ അല്ലാ കറിച്ചത്ത് കയറി നോക്കട്ടെ നോക്കട്ടെ നമ്മൾ കയറിയിട്ട് കാർത്തിക് പറയുന്നത് എന്താ വെച്ചാൽ നല്ലൊരു മന്തി ഷോപ്പ് ഉണ്ടായിരുന്നു കുറച്ച് അങ്ങോട്ട് ഓടണം പക്ഷേ ഇങ്ങോട്ട് കുറച്ച് ഇപ്പുറത്ത് കയറി സ്റ്റേഷൻ്റെ ഇവിടെ കയറിയിട്ട് മൂഞ്ചിക്കുവോ അങ്ങനെ പറയല്ലേ ആരെ മൂഞ്ചിക്ക് ജിയോ പറഞ്ഞിട്ട് കയറി മൂഞ്ചി കയറിയ ജിയോ നമ്മളേതാ ചെയ്ത് ഏത് ഓർഡർ ചെയ്ത സാധനം ഷവായി ഷവായി മന്തി എന്ന് പറഞ്ഞത് സാധാരണ അൽഫാം മന്തി കഴിക്കാറ് നമുക്ക് ഷവായി മന്തി പരീക്ഷ നോക്കാം മന്തി എത്തിയിട്ടുണ്ട് ജിയോ ഇങ്ങനെ ഇരിക്കണേ ജലം വെച്ചിരിക്കുന്നത് അത് മതി അത് ജിയോ ഫുള്ളായിരുന്നു കേട്ടോ ജിയോക്കുള്ള ഫുൾ സെറ്റ് ജിയോ പീസ് ഇതപ്പം ഞാൻ അടുത്ത് ഈ പീസ് ഞാൻ അടുത്ത് നീ റൈസ് അല്ലേ റൈസ് എടുക്കുകയാണ് വാരി കോരി ഇടുമെന്നാണ് വാരി കോരി ഇടും നമുക്ക് ഒരു പിടി പിടിച്ച് നോക്കാം നമ്മുടെ ചിക്കൻ്റെ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് പീസ് എടുക്കാം ആൻഡ് മൈനസ് ആണ് നമുക്ക് മുഖ്യം ഒരു പിടി
വിഷയമല്ല. പൈസ ഉള്ളേ പൈസ ഉള്ള നമ്മളിവിടെ എന്ത് ചെയ്യാന് എന്ത് കാലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഷോപ്പ് കീപ്പറിന് ഏതായാലും മറ്റേ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് കഴിക്കാതിരുന്നാണ് വടിച്ചെടുത്തിട്ടുണ്ട്. സെറ്റല്ലേ -3 ആക്കി ചെക്കനൊന്നും പറഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്. പാർസൽ കാണാൻ ഏതിനും പെറ്റിനെ വയ്യിലെടുക്കാം. പെറ്റ് ഇതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എത്ര രൂപ ടോട്ടൽ? 800 രൂപ. നമ്മളെ ഉള്ളിൽ കയറിണ്ട് പൊട്ടു സ്റ്റേഷൻ്റെ അല്ലേ. എന്ത് ചെക്കൻ ഫോട്ടോ എടുത്തിട്ട് ആകെ രസമുണ്ട്. നമ്മളെ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ ഓരോരുത്തരെ കാണണം. എന്താന്ന് ഒളിഞ്ഞു നോക്കണത്? ആരാ ഉറങ്ങാ മിസ്റ്റർ കണ്ട ഇവിടെ ആരുണ്ടല്ലോ. അപ്പോൾ പറ ജിയോ അപ്പോൾ ഇന്നത്തേക്കുള്ള പരിപാടി ഓന് ഒളിച്ച് നിൽക്കുക. ശാലിനെ കിട്ടി. എല്ലാവരും മാറി നിൽക്കേണ്ടത്. ശാലുവിൻ്റെ ഒരു പ്രതിബിംബം എന്താ പറയാ, ശില്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശാലുവിൻ്റെ ശില്പത്തെയാണ് നമ്മൾ കാണുന്നത്. ഹായ് ശാലു. അവിടെ ശാലു വിളി. ഹായ് ശാലു. ശാലുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ താങ്കൾക്ക് പറയാനുള്ളത്? ചേട്ടൻ വന്നു. കുട്ടൻ്റെ ചേട്ടൻ വന്നിങ്ങനെ വേങ്ങോട്ട് നോക്കൂ. തിരിഞ്ഞു നോക്കൂ. തിരിയൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിനുള്ള ഇങ്ങനെ വിളിപ്പള്ളി അതെ മോനെ അദ്ദേഹത്തെ നീക്കണില്ല. പൂത്തൊക്കെ പശി ബിസിനസ്സോ? എന്ത് ബിസിനസ്? ഹേ ഗോഡ് ഒരു കുത്തിനുള്ളൂ കേട്ടോ. എൻ്റെ സ്ലീപ്പ് ആയിട്ട് അത്രക്കേ ഉള്ളൂ. മച്ചനെ തിന്നാനൊന്നുമില്ല. അത് കെജ്ജാണ്. ചെക്കൻ പറഞ്ഞ് പറ്റിക്കുകയാണ്. ആടുകളെ പറ്റിക്കുക അല്ലേ? നക്കി ഒളിപ്പിക്കുന്നുണ്ട്. ഗോഡ് എടാ മെസ്സിനെ കണ്ട. മെസ്സി എടാ അത് തിന്നാൻ പറ്റില്ലടാ. കുതിരെ അടുത്ത ഫോട്ടോസ് നമുക്ക് ഏതെങ്കിലും ഒരു പെറ്റിനെടുക്കാം. അതിനുള്ള എക്സ്ട്രാ പൈസ കൊടുക്കും. ഏതെങ്കിലും ഒരു പെറ്റിനെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോട്ടോ എടുക്കാമെന്നാണ്. പെറ്റിനെടുത്തിട്ട് പെറ്റുകൾ ഇഷ്ടം പോലെ കേട്ടോ. ഹലോ മലക പോയി ഇവനെ പോലെ ഉണ്ട്. അവിടെ ഇരിക്കണോ? ഓനുണ്ട്. പിന്നെ പാമ്പുണ്ടെന്ന് തോന്നുന്നു. പാമ്പൊക്കെ ഉണ്ട്. അപ്പുറത്തെ ചില്ലംകൂട്ടിൽ പാമ്പുണ്ട്. ഏത് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ ഇയാളെ കൊണ്ടാണ് എടുപ്പിക്കാൻ പോകുന്നത്. പാമ്പാണ് നമ്മൾ ചൂസ് ചെയ്തത് അല്ലേ? പാമ്പാണ് നമ്മൾ ചൂസ് ചെയ്താൽ പാമ്പിനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പാമ്പിനെ ഇടാൻ പോകുന്നത് അല്ലേ? ഇതുപോലെയാണ്. ചാലു റെഡി അല്ലേ? ഇതുപോലെ നമ്മൾ ഇടാൻ പോകുന്നത്. കാത്തിരിക്കും. നല്ല രസമായിരിക്കും. ഞങ്ങൾ കാത്തിരിക്കാം. ഒരു ബാനറൊക്കെ വേണേ അടിച്ചോ. ഞാൻ നാട്ടിലറിയിക്കാം. അമ്മേനൊക്കെ വിളിച്ചറിയിച്ചോളാം. അങ്ങനെ ഞെരിക്കും. ഇങ്ങനെ കുടുങ്ങിയിട്ട് മരിക്കുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അംഗം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആള്. പമ്പിനെ ഒച്ചുണ്ടാക്കരുത്. കൊണ്ട വിളിക്കരുത്. കൈ പിടിക്കുക. അല്ലോ ആരോഗ്യമില്ലാത്ത പേര്. ഇതൊക്കെ ഇവിടെ ഫോട്ടോഗ്രാഫർ, ഇവിടെ വീഡിയോഗ്രാഫർ, എല്ലാവരും കൂടി നല്ല പേര്. ഓക്കേണോ? കാര്യമില്ല. അല്ലോ അതിപ്പോ കാര്യട്ടോ. ഇപ്പൊ കണ്ണുമൊക്കെ വെള്ളം വരുന്നു. നല്ല ഫ്രെയിമിങ്. അടുത്ത അല്ലോ ചത്തില്ല. പാമ്പട്ടെ ചെയ്യാം. എന്ത് ഫീലിംഗ്? എന്ത് വരുന്നു? എന്താ ഫീലിംഗ്? അത് പെറ്റല്ലേ?
നല്ല വൃത്തി ബാക്ക്ഗ്രൗണ്ടൊക്കെ പച്ച ബാക്ക്ഗ്രൗണ്ട് അതേ രസം ചിരിക്കാൻ പറഞ്ഞത് കുറച്ച് ടീംസിനെ കാണാൻ വന്നപ്പോഴാണ് കാലം എന്താ എല്ലാവരും ഫുഡ് അടിച്ച് ഒരേ ഇറക്കോ അല്ലടാ അനുവേ എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടിയെന്ന് വന്നത് ആരെ കിടക്കണേ മുട്ടല്ല ഉറങ്ങണോലെ ഉറങ്ങിക്കോട്ടെ ഡിസ്റ്റർബ് നഹി ഹൈ പുള്ളി അമേരിക്കൻ പുള്ളി എല്ലാ നെയിം ഇതുപോലെ കൊടുക്കണം റൂബി എന്ന പേരുണ്ടായിരുന്നു അതെ ഇവിടെ ആരാ അവിടുന്ന് ആരാടാ അത് അയ്യോ കുഞ്ഞു കുടുംബസമേതാണ് തല മാറ്റി കൊടുക്കടാ ഹലോ മലയാളി ഹായ് ഉയ് അസ്സലാമു അലൈക്കും വല്ലാക്ക ആ കോയാ ഇവിടെ അല്ല മൂപ്പർക്ക് ഇവിടെ വന്ന് ഏന്തിയൊക്കെയുള്ള പരിപാടി ഹായ് അസ്സലാമു അലൈക്കും എന്താണ് പാട് പോയി ഇങ്ങോട്ട് പോയി ഞാൻ അടുത്തതുമായിട്ട് മീൻ തീറ്റൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് നമ്മ ആരിത് തൊള്ളയും പൊളിച്ച് നിൽക്കണേ കുറെ ആൾക്കാരുണ്ടല്ലോ എന്താണ് അങ്ങറ്റിരിക്കുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കണോ കരുതൻ കുറച്ചിട്ട് കൊടുക്കാം മനസ്സിലായി കുറച്ച് ഒരു പിടിയിലെടുത്തിട്ട് ഇട്ട് കൊടുക്കാനായിരുന്നു നീ കൈകൊണ്ട് പോവോ എന്തോന്ന് അല്ലോ ശാലു ആകെ എല്ലാത്തിനും പേടിയാണല്ലോ അവന്മാരെ തന്നെ വിളിങ്ങൂടാ അവന്മാരെ തന്നെ വിളിങ്ങൂടാ നോമ്പും കൊടുക്കാൻ പോവാണ് പേടിയാണ് അല്ല നീ കൊടുത്തോ കയ്യ് ബാക്കി കിട്ടിയത് കുതിരത്ത് വരാൻ കേറ്റി കിട്ടടാ ഇവനാണ് കുഞ്ഞുകുട്ടിയത് കുഞ്ഞ സാധനങ്ങള് ഈ തിണ്ടി മോനല്ലേ കുറെ ആൾക്കാരെ പറ്റിച്ച ഇവന് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് കോഴി അങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണല്ലോ ഒരു ഫോട്ടോ വരുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് അവനെന്തോ ഇവനാണ് പൂനെ ഭയങ്കര വെൽക്കമായി ക്ഷണിക്കുന്നത് എന്തുകൊണ്ട് എന്തിനു വേണ്ടി ഇതിനായിരുന്നു പൂനെ ക്ഷണിച്ചത് പൂവിൻ്റെ ഇതിനെ വേണ്ടി മാത്രമായിരുന്നു അല്ലേ പറയൂ ഓവറോൾ റിയാക്ഷൻ ഓഫ് പെറ്റ് സ്റ്റേഷൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആരൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ പാമ്പിനെ ബാക്കിയുള്ള ജീവികളൊക്കെ അത് രസല്ലേ രച്ചാ 150 ഉണ്ടാ 200 ഫോട്ടോ എടുക്കാന് അത്രക്കൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ ഉണ്ടോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതായിരിക്കും തീരെ കാണാത്തവർക്കും അതിനല്ല മറ്റേ 50 രൂപയ്ക്ക് പോയിട്ട് മറ്റേ മൃഗശാല പോയി കാണണല്ലേ ചെറിയ പിള്ളേർക്കൊക്കെ നല്ലൊരു ഇതായിരിക്കും മക്കൾ നമുക്ക് കാണാത്ത ജീവികളുണ്ടെങ്കിൽ നമുക്ക് വേറെ രസമൊക്കെ ആയിരിക്കും കാണാനും കാര്യങ്ങളൊക്കെ ഓരോ ടൈപ്പ് ജീവികളെ കാണുമ്പോഴും ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക് VIP സിറ്റിങ്ങുകൾ അവൈലബിൾ അല്ല
പുത്തർക്കാ വന്നിട്ട് രണ്ടെണ്ണോ എടാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അവിടെ ഫുഡ് കയ്യിൽ വെച്ചോ ഫോട്ടോഷൂട്ട് നടന്നു ശരിക്കും കൈമാറിക്കുക അല്ല എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ് അല്ല അതല്ലേ ആ എൻ്റെ വക ഒന്നുള്ളൂ അടിയോ എൻ്റെ സാധനം ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് കടിച്ച് ടേസ്റ്റ് ഉണ്ടായി പറഞ്ഞ ആ ഇതടക്കം കടിക്കേ ബാക്കി മാവ ആ അങ്ങനെ കടിക്കും ടേസ്റ്റ് ഉണ്ടാ ആരോടാ ഈ പറഞ്ഞേ ആരോടാ കടിച്ച ടേസ്റ്റ് പറഞ്ഞേ ഇതെടുത്ത് ജിയോക്ക് പിന്നെ അവിടുത്തെ ആളല്ലേ ഓടുതാ എടുത്തോ എടുക്കണ പ്രശ്നമല്ലല്ലോ ആ എക്സ്പെക്ടേഷൻ വെക്കരുത് മാവാൻ ഇന്ന് കടി അനു ചോദിച്ചാ പറ സംഗതി സെറ്റാണ് ഇങ്ങനെ ഉണ്ടാക്കണ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളൊന്ന് കഴിച്ചോടെ നിന്റെ ഒപ്പം ഫുഡ് വാങ്ങാൻ പോന്നു രണ്ടായിട്ടുണ്ട് ജ്യൂസ് വേണോന്ന് വെച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞ മുതലുകളൊക്കെ ഇപ്പോഴത്തെ ജ്യൂസ് കുടിക്കണേ റീസൺ ഫോർ എരിവ് ജ്യൂസ് എടാ ഇവിടെ കുറച്ച് ജ്യൂസ് എടുക്കടാ ഏരിയടാ മതിരാ കുടിച്ചു എന്നാ ചെക്കന് തൊണ്ടരിണ്ട് കുടിച്ചേ വാ ബാക്കി രാത്രി സമയമായിരിക്കുന്നു ആഗതനായിരിക്കുന്നു നമ്മളുടെ പുതിയ അതിഥി വ്ളോഗിലേക്ക് സ്വാഗതം ഒരു ഹനുമാനെ കാണിച്ചു തരാൻ കൊണ്ടുവന്ന അതായിരിക്കുന്നു മഹാൻ ഇങ്ങോട്ട് ചെരുപ്പൂരണ അവിടെ ഇവിടെ ഉരിയാക്കാം ചെരുപ്പ് കൂരണമല്ലോ നമുക്ക് ഉരിയാക്കാം നമുക്കതൊന്നും പ്രശ്നമില്ല ഇനി കയറുക ഇരുട്ടാണ് ക്ഷമിക്കുക നമുക്ക് വണ്ടക്സിലിടാം കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ ഹനുമാനണ്ണൻ നമസ്കാരം എന്തുണ്ട് പാട് എന്താ പറഞ്ഞത് ഓ നമുക്ക് ഇതിന് മണ്ട കയറി കളിക്കരുത് ഓക്കെ വെറുതെ കാണാൻ വന്നിരിക്കുക ഹനുമാൻ കഥയും പിടിച്ച് നിൽക്കുക ഇപ്പോൾ ഒരു ചായടി ഒരു കടയിൽ നിന്ന് എല്ലാവരും ഉണ്ട് അല്ലാ ചൂട് ഓക്കെ ഗുഡ് ബൈ തിങ്കളാഴ്ച കാണാം ഇൻഷാല്ലാ അപ്പോൾ ഇവനോട് വിട്ട പറഞ്ഞിട്ട് നമ്മളെ വണ്ടിയിൽ കയറുകയാണ് നമ്മൾ ഇത്ര നേരം ട്രാവൽ ചെയ്ത സൂപ്പർ ജെറ്റല്ലേ എന്താ പേര് അതെ അതാണ് ഈ വണ്ടി അതെ അത് നമുക്ക് ഇടയ്ക്ക് കട്ട്സായിട്ട് ഇട്ട് കൊടുക്കും മറ്റേ നമ്മളെ വണ്ടിക്ക് നമ്മൾ കയറാൻ പോവുകയാണ്